വെൽക്കം ബാക്ക്. വീണ്ടും സ്വാഗതം. ഇന്ത്യ പോസ്റ്റ് അഡ്രസ്സിംഗ് സിസ്റ്റം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ഒരു ഡിജിപിൻ ലോഞ്ച് ചെയ്തത് നിങ്ങൾ അറിഞ്ഞിരിക്കും. നമുക്ക് ഓൾറെഡി ഒരു പിൻ കോഡുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഡിജിപിൻ? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിനെപ്പറ്റി നമുക്കിന്ന് ചർച്ച ചെയ്യാം. പിൻ കോഡ് ഒരു വൈഡർ ഏരിയ അടയാളപ്പെടുത്തുന്നു. എന്നാൽ ഡിജിപിൻ ഒരു സ്പെസിഫിക് അഡ്രസ്സാണ് അടയാളപ്പെടുത്തുന്നത്. നമ്മുടെ ഗൂഗിൾ ലൊക്കേഷൻ ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഉള്ളതുപോലെ ഡിജിപിൻ പിൻകോഡിനെ റീപ്ലേസ് ചെയ്യുന്നില്ല. ഇത് ഒരു അഡീഷണൽ ഇൻഫർമേഷനാണ്. ഒരു പുതിയ പോസ്റ്റ്മാൻ വന്നാൽ നമ്മുടെ വീട്ടിലെത്താൻ വഴി പറഞ്ഞു കൊടുക്കേണ്ടി വരും. എന്നാൽ ഡിജിപിൻ ഉണ്ടെങ്കിൽ പോസ്റ്റ്മാൻ മറ്റാരുടെയും സഹായമില്ലാതെ നമ്മുടെ വീട്ടിൽ എത്താൻ കഴിയും. അതുപോലെ സർവീസ് ഡെലിവറി ബോയ്സ്, എമർജൻസി സർവീസസ്, ഇവർക്കൊക്കെ പണ്ട് കുതിരവട്ടം പപ്പു പറഞ്ഞതുപോലെ ചോദിച്ചു പോകേണ്ട കാര്യമില്ല. ഫോണിലുള്ള ആപ്പ് നോക്കി കൃത്യമായി എത്തേണ്ടടുത്ത് എത്താം. നമുക്ക് ഈ ഡിജിപിൻ എന്താണെന്ന് നോക്കാം. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ഡിജിപിൻ. ഡിപ്പാർട്ട്മെൻ്റൽ പോസ്റ്റ്, IIT ഹൈദരാബാദിൻ്റെയും ISROയുടെയും സഹായത്തോടുകൂടി വികസിപ്പിച്ചെടുത്തതാണ് ഇത്. 2025 മെയ് 27 ലോഞ്ച് ചെയ്തത്. ഇതൊരു 10 ഡിജിറ്റ് നമ്പറാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പിൻകോഡ് ഒരു വൈഡ് ഏരിയയും ഡിജിപിൻ ഒരു സ്പെസിഫിക് അഡ്രസ്സിനെയും സൂചിപ്പിക്കുന്നു. ഇനി നിങ്ങളുടെ ഡിജിപിൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. dac.indiapost.gov.in എന്ന വെബ് പോർട്ടലിലൂടെയാണ് നമുക്ക് ഡിജിപിൻ സർവീസസ് ലഭ്യമാകുന്നത്. ഇതിൽ പിൻകോഡും അറിയാനും ഡിജിപിൻ അറിയാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ഓൺ നോ യുവർ ഡിജിപിൻ. ഇത് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വെബ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും. ആവശ്യമായ പെർമിഷൻ നൽകുക. നിങ്ങളുടെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഡിജിപിൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ തന്നിരിക്കുന്ന ഡിജിപിന്നിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഫേവറേറ്റ്സിൽ സേവ് ചെയ്യണമെങ്കിൽ ഈ ഐക്കൺ ഉപയോഗിക്കാം. ദിസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഡിജിപിൻ നിങ്ങൾക്ക് ഓഡിയോ കേൾക്കാം. ഈ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇറ്റ് വിൽ ജനറേറ്റ് എ QR കോഡ് വിച്ച് കണ്ടെയ്ൻസ് യുവർ ഡിജിപിൻ. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കൂടാതെ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡിജിപിൻ കോപ്പി ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. മറ്റൊരാളുടെ ഡിജിപിൻ ഷെയർ ചെയ്ത QR കോഡ് കിട്ടുകയാണെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. QR കോഡ് റീഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി ഡിജിപിൻ. ഇറ്റ്സ് ഹിയർ. ഇതാണ് ഡിജിപിൻ. ഓപ്പൺ ഇൻ ഗൂഗിൾ മാപ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ ഈ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ചെയ്യും. ഇനി നിങ്ങൾക്ക് ഒരു 10 ഡിജിറ്റ് ഡിജിപിൻ ലഭിക്കുകയാണെങ്കിൽ അതുപയോഗിച്ച് ആ ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഇതേ ആപ്ലിക്കേഷനിൽ തന്നെ സെർച്ച് ഡിജിപിൻ എന്ന ഓപ്ഷന് പകരം സെർച്ച് ലൊക്കേഷൻ ക്ലിക്ക് ചെയ്താൽ എനിക്ക് മുംബൈയിലെ താജ് പാലസ് ഹോട്ടലിൻ്റെ ഡിജിപിൻ അറിയാം. അത് ടൈപ്പ് ചെയ്ത് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. ദിസ് ഈസ് ദ അഡ്രസ്. ഐ ടൈപ്ഡ് ഇറ്റ് ആൻഡ് ഇറ്റ് ടേക്സ് മീ ടു ദ മുംബൈ അഡ്രസ്. ഇവിടെ കാണാം താജ് മുംബൈ പാലസ്. ഇതാണ് അതിൻ്റെ ഡിജിപിൻ. ഇത്രയൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഡിജിപിൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് നോക്കാം. ഇന്ത്യയുടെ അതിരുകൾ കാണിച്ച ഒരു ബൗണ്ടിംഗ് ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ ഈ ലോഞ്ചിറ്റ്യൂഡും അടയാളപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ഈ 2 ലാറ്റിറ്റ്യൂഡ്സും അടയാളപ്പെടുത്തിയിരിക്കുന്നു. The bounding box is partitioned into 16 equal rectangular regions. 16 ചതുരങ്ങളാക്കി മാറ്റിയിരിക്കുന്നു ലെവൽ 1-ൽ.
അടുത്ത ലെവലിൽ ഓരോ ചതുരവും വീണ്ടും 16 4x4 മാട്രിക്സ് ആക്കി മാറ്റുന്നു. ദിസ് ഈസ് റിപ്പീറ്റഡ് അപ് ടു ദ 10th ലെവൽ. ഈ 10ാമത്തെ ലെവലിലെത്തുമ്പോഴേക്കും 4 മീറ്റർ ഇൻറ്റു 4 മീറ്റർ വിസ്താരമുള്ള ബില്യൺസ് ഓഫ് സെൽസ് will be created. Each cell is assigned a 10-digit alphanumeric address. ഈ 4 മീറ്റർ ഇൻറ്റു 4 മീറ്റർ ഉള്ള ഈ സെല്ലുകൾക്ക് ഒരു യുനിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും. അത് ഉണ്ടാക്കിയിരിക്കുന്നത് 2 3 4 5 6 7 8 9 ദെൻ ആൽഫബറ്റ്സ് CJKLMPFT എന്നീ 16 ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഈ ഗ്രിഡ് അഡ്രസ്സുകൾ ഈസ് ഇൻട്രിൻസിക്കലി ലിങ്ക് ടു ദ ജോഗ്രാഫിക്കൽ കോർഡിനേറ്റ്സ്. ഓരോ സെല്ലിനും കൃത്യമായ ഈ അഡ്രസ്സ് ഉണ്ടാകും. ഈ അഡ്രസ്സ് ഒരു ലാറ്റിറ്റ്യൂഡിനും ലോഞ്ചിറ്റ്യൂഡിനും ലിങ്ക് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള ബില്യൺസ് ഓഫ് സെൽസായി രാജ്യത്തെ ആകെ തരംതിരിച്ചിരിക്കുന്നു. ഈ അഡ്രസ്സാണ് നമ്മൾ ഡിജിപിന്നിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഡിജിപിൻ ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ പിൻകോഡ്. അത് പിൻകോഡിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. അത് പിൻകോഡ് കൂടാതെ അഡീഷണലായിട്ടുള്ള ഒരു കോഡാണ് വിച്ച് സ്പെസിഫൈ ദ എക്സാക്റ്റ് ലൊക്കേഷൻ ഓഫ് ദ അഡ്രസ്. ഇന്ത്യ പോസ്റ്റ് തരുന്ന ഈ അഡ്രസ്സിലൂടെ നിങ്ങൾക്ക് ഈ വെബ് ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാം. ഈ വെബ് ആപ്പ് ഉപയോഗിച്ച് ഏത് സ്ഥലത്തിൻ്റെയും ഡിജിപിൻ കണ്ടുപിടിക്കാം. ഇതേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഏത് ഡിജിപിന്നിൻ്റെയും കൃത്യമായ ലൊക്കേഷനും കണ്ടുപിടിക്കാം. Hope this video has been useful. If you liked it, please share it. If you are not already subscribed to our channel, please do subscribe now. Thank you for watching. See you soon.